അതീവ സുരക്ഷയിൽ പാർപ്പിക്കേണ്ട ഒരു പ്രതി വളരെ നിസ്സാരമായിട്ട് ജയിലിൽ ചാടി. ഉപ്പ് മുതൽ പാൽപാത്രം വരെ ഉപയോഗിച്ച് 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് ഗോവിന്ദച്ചാമി ജയിലിന് പുറത്തെത്തുന്നത്. എന്നിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ആരും ഇതൊന്നും അറിഞ്ഞില്ല. ഇതാണ് ജയിൽ. കേരളത്തിലെ ജയിലിലല്ലാതെ ഇത് വേറെ എവിടെ നടക്കും? വിമർശനങ്ങൾ ഉയരുകയാണ് കേരള പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും. കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം നമ്പർ ബ്ലോക്കിലെ ജയിൽ നമ്പർ C46. ഒരേ സമയം 3 പോലീസുകാർ കാവലുള്ള ഈ അതീവ സുരക്ഷാ മേഖലയിൽ നിന്നാണ് ഗോവിന്ദച്ചാമി കൂളായി രക്ഷപ്പെട്ടത്. രാത്രി പോലീസ് നടത്തിയ പരിശോധനയിൽ പുതച്ചു മൂടിയിറങ്ങുന്ന ഗോവിന്ദച്ചാമിയുണ്ട്. പുലർച്ചെ നടത്തിയ പരിശോധനയിലും രേഖകളിൽ ഗോവിന്ദച്ചാമി സെല്ലിലെങ്കിൽ ജയിലിനുള്ളിലെ CCTV ദൃശ്യപ്രകാരം ഇതേ വ്യക്തി അർദ്ധരാത്രി തന്നെ ആദ്യത്തെ മതിൽ ചാടിയിരുന്നു. 6:45 മതിലിൽ തൂങ്ങിയ തുണി കണ്ടാണ് ആരോ ജയിൽ ചാടിയതായി സംശയം തോന്നിയതും ഗോവിന്ദച്ചാമി അകത്തില്ലെന്ന് തിരിച്ചറിഞ്ഞതും 7 മണിയോടെ വിവരം പോലീസ് സ്റ്റേഷനിലേക്കും അറിയിക്കുന്നു. ഇനി പ്രതി കൃത്യം നടപ്പാക്കിയ കഥ കേട്ടാൽ അമാനുഷികമെന്ന് തോന്നിയേക്കാം. കഴിഞ്ഞ 4 മാസമായി ഉപ്പിട്ട് ജയിലിലെ 2 കമ്പി ദ്രവിപ്പിച്ച ശേഷം അത് ജയിലിലെ വർക്ക്ഷോപ്പിൽ നിന്നും തന്നെ ശേഖരിച്ച ആയുധം ഉപയോഗിച്ച് വളച്ചും മുറിച്ചുമാണ് ഗോവിന്ദച്ചാമി സെല്ലിന് പുറത്തെത്തിയത്. ഈ വളച്ച കമ്പിക്കുള്ളിലൂടെ പുറത്തു കടക്കാനായി ശരീരഭാരം നന്നേ കുറച്ചു. കൂടെ തടവിൽ പാർപ്പിച്ച പ്രതി കമ്പി തുരുമ്പിപ്പിച്ചതോ വളച്ചതോ ഒന്നും അറിഞ്ഞില്ല. സെല്ലിൽ നിന്നും പുറത്തു കടന്ന് ആദ്യത്തെ മതിൽ ചാടിയത് പാൽപാത്രങ്ങൾ കൂട്ടിവെച്ച് അതിൽ കയറിയെന്നാണ് പുറത്തുവരുന്ന കഥകൾ. ആദ്യത്തെ മതിൽ ചാടുമ്പോൾ സമയം അർദ്ധരാത്രി. തുണി കൊണ്ട് വടം കെട്ടി പ്രധാന മതിലിലെ ഇലക്ട്രിക് ഫെൻസിൽ എറിഞ്ഞുകുടുക്കി ആ വടത്തിൽ കയറി രക്ഷപ്പെട്ടെന്നും താഴെ ചവിട്ടി നിന്നത് ജയിലിൽ പശുക്കൾ വെള്ളം ശേഖരിക്കുന്ന ബാരലിലാണെന്നും പറയുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ കയറി അതിൽ നിന്നും എറിഞ്ഞുകുടുക്കിയാണ് ഈ വടമുണ്ടാക്കി പുറത്ത് കടന്നതെന്നും മറ്റൊരു കഥയുമുണ്ട്. രണ്ടായാലും പുറത്ത് കടക്കുമ്പോൾ സമയം ഏകദേശം 4 മണി. അത്രയും നേരം ജയിൽ കോമ്പൗണ്ടിൽ അയാൾ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇത് കണ്ടില്ലേ? ഈ കഥ കേൾക്കുന്നവർക്കെല്ലാമുള്ള സംശയങ്ങളാണിത്. ജയിൽ ചട്ടങ്ങളിൽ ഗുരുതര വീഴ്ചയാണ് ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിലും സംഭവിച്ചത്. തടവുകാർ ശിക്ഷ കഴിഞ്ഞു പോകുമ്പോൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കൊണ്ടുപോകണമെന്നാണെങ്കിൽ ഇവിടെ അത് കൃത്യമായി പാലിക്കപ്പെടാറില്ല. ഇങ്ങനെ ശേഖരിച്ച വസ്ത്രമാണ് ഗോവിന്ദച്ചാമി പുറത്തു കടക്കുമ്പോൾ ഉപയോഗിച്ചത്. ഈ വസ്ത്രങ്ങൾ ശേഖരിച്ചതും ഒരു പരിശോധനയിലും കണ്ടെത്തിയില്ല. പ്രതി പുറത്തു ചാടിയ സമയത്ത് പോലീസ് ഇറക്കിയ കുറിപ്പിലെ ഫോട്ടോ കണ്ട് ഗോവിന്ദച്ചാമിയെ അന്വേഷിച്ചവരും കിണറിൽ നിന്ന് പിടിച്ച ആളെ കണ്ട് ഒന്ന് സംശയിച്ചു. ഇത് തന്നെയാണോ അത്? പുറത്തുവിട്ട ഒറിജിനൽ ഫോട്ടോ ഇങ്ങനെയെങ്കിൽ കിണറിൽ നിന്ന് കിട്ടിയത് താടി നന്നായി നീട്ടി വളർത്തിയ ഗോവിന്ദച്ചാമിയെയാണ്. തടവുകാർക്ക് താടി വളർത്താമോ? എങ്ങനെ ഗോവിന്ദച്ചാമിക്ക് താടി വളർത്താനുള്ള അനുവാദം കിട്ടി? അല്ലെങ്കിൽ ഇതാരുടെയും ശ്രദ്ധയിൽ പെട്ടില്ലേ? ഇതും പൊതുജനങ്ങളുടെ സംശയങ്ങളാണ്. സുരക്ഷ പോരെന്ന് കാട്ടി ഗോവിന്ദച്ചാമിയെ ജയിൽ മാറ്റി, പോലീസുകാരെ സസ്പെൻഡും ചെയ്തു. പക്ഷേ ഇതുകൊണ്ട് എന്താവാൻ? സുരക്ഷാ വീഴ്ചകൾ ഏറെ കണ്ടിരിക്കുന്നു കണ്ണൂർ ജയിൽ. മൊബൈൽ ഫോണുകൾ, ലഹരി വസ്തുക്കൾ എന്നിവ തടവുകാർ കൃത്യമായി ഉപയോഗിക്കുന്ന സ്ഥലം. കുഴിച്ചിട്ട നിലയിലും അല്ലാതെയും ആയുധങ്ങൾ കണ്ടെടുക്കുന്ന ജയിൽ കൂടിയാണ് കണ്ണൂരിലേത്. അകത്ത് കിടന്ന് പ്രതികൾ കൊട്ടേഷൻ എടുക്കുന്നതും കൊടുക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നതും എല്ലാം വാർത്തകളാണ്. ജയിലിൽ നിന്ന് 2 ലക്ഷം രൂപ മോഷണം പോയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. വാർത്തകൾക്ക് പിന്നാലെ പേരിന് ഒരു നടപടിയല്ലാതെ എന്തുകൊണ്ട് കണ്ണൂർ ജയിലിലെ സുരക്ഷാ പ്രശ്നങ്ങൾ മാത്രം അവസാനിക്കുന്നില്ല? ഇതാണ് ഇവിടുത്തെ പൊതുജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും എല്ലാം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾക്ക് തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണെന്നും ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണെന്നും വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട്.